ഒരിക്കൽ യേശുനാഥൻ ഗലീലി കടൽത്തിരയിൽ തോണിയേറി വലവീശി പോണോരെ കണ്ട് അവരോടന്ന് ചൊല്ലി സ്നേഹമോടെ ദൈവദൂതുകൾ. ഒരിക്കൽ യേശുനാഥൻ ഗലീലി കടൽത്തിരയിൽ തോണിയേറി വലവീശി പോണോരെ കണ്ട് അവരോടന്ന് ചൊല്ലി സ്നേഹമോടെ ദൈവദൂതുകൾ. ലോകരക്ഷിതാവായി പിറന്ന യേശു നസ്രത്തിൽ വളർന്നു 30 വർഷങ്ങൾ കടന്നുപോയി. ദൈവപുത്രന്റെ നാഴിക വന്നപ്പോൾ ഈ ഭൂമിയിൽ തന്റെ ദൗത്യം ആരംഭിച്ചു. യേശുവേ, യേശുവേ, ദാവീദ് പുത്ര, ഞാനൊരു കുരുടനാണ്. എനിക്ക് കാഴ്ചയില്ല. ഈ മനോഹരമായ പ്രപഞ്ചം കാണാൻ എൻ്റെ കണ്ണ് തുറക്കണേ. എന്നെ സഹായിക്കണം യേശുവേ. എന്നോട് കരുണ തോന്നണം യേശുവേ. യേശുനാഥ, ഞാനൊരു രോഗിയാണ്. എനിക്കുണ്ടായിരുന്ന സ്വത്തും പണവും എല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തു. ഞാൻ ഇഞ്ചിഞ്ചായി ഇല്ലാതെയായി കൊണ്ടിരിക്കുകയാണ്. എനിക്ക് സൗഖ്യം വേണം. എനിക്ക് അങ്ങല്ലാതെ ആരുമില്ല. യേശുനാഥ, ഞാനൊരു പാപിയാണ്. മദ്യവും ലഹരിയും എന്നെയും എൻ്റെ കുടുംബത്തെയും തകർത്തു. സിയോൻ മലമുകളിലെ യാഗങ്ങൾക്കോ താഴ്വരയിലെ യോർദാൻ നദിയിലെ ജലത്തിനോ എൻ്റെ പാപം മായ്ക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് പാപമോക്ഷം വേണം. എന്നെ അങ്ങ് രക്ഷിക്കണം യേശുവേ, എന്നെ രക്ഷിക്കണം. മക്കളെ, ആരും ഭയപ്പെടേണ്ട. മാനവരാശിയെ നീരാളിപ്പിടുത്തം പോലെ കാർന്നു തിന്നുന്ന പാപമെന്ന മഹാവിപത്തിൽ നിന്നും പാപത്തിൻ്റെ ഫലമായി നിങ്ങൾ അനുഭവിക്കുന്ന ഈ ദുരിതങ്ങളിൽ നിന്നും മോചനം നൽകുവാനാണ് ഞാൻ മനുഷ്യാവതാരമെടുത്തത്. സൗഖ്യമാകുക, കാഴ്ച പ്രാപിക്കുക. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ശുദ്ധനാകാം. നിന്റെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. യേശു എന്റെ കണ്ണു തുറന്നു. എന്റെ രോഗം എനിക്ക് കാണാം. യേശു എന്നെ സൗഖ്യമാക്കി. യേശുവേ നന്ദി. ഞാൻ സൗഖ്യമായി. യേശുവേ നന്ദി. Siluva Yesu
ലോകരക്ഷകനായ യേശുനാഥൻ ഈ മണ്ണിൽ മനുഷ്യനായി അവതരിച്ചത് മാനവരാശിയെ പാപത്തിൽ നിന്നും രക്ഷിക്കുവാനാണ്. എന്നാൽ സകല മനുഷ്യരെയും പാപത്തിലേക്ക് നയിച്ച് മരണത്തിനപ്പുറത്തുള്ള നിത്യനരകത്തിലേക്ക് തള്ളിയിടുന്ന സാത്താന്യ ശക്തികൾ ചിലരെ കരങ്ങളിലെടുത്ത് യേശുനാഥനെതിരെ തിരിച്ചുവിട്ടു. അവർ യേശുവിനെ പിടിച്ചു. സകല മനുഷ്യരും അനുഭവിക്കേണ്ടതായ ശിക്ഷ ഏറ്റെടുക്കേണ്ടതിന് യേശുക്രിസ്തു സ്വയം ഏൽപ്പിച്ചു കൊടുത്തു. റോമൻ പട്ടാളത്തിലെ കാപാലികർ ചാട്ടവാറുകൾ കൊണ്ട് യേശുവിനെ ആഞ്ഞടിച്ചു. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നാം ചെയ്തതിൻ്റെ ഫലമായി നമ്മുടെ കൈകളിൽ അടിക്കേണ്ടതായ കാരിരും പാണികൾ യേശുവിൻ്റെ കരങ്ങളിൽ അടിച്ചിറക്കി. ദൈവഹിതമല്ലാത്ത പാപവഴികളിൽ നാം സഞ്ചരിച്ചതിൻ്റെ ഫലമായി നമ്മുടെ കാലുകളിൽ ഏറ്റെടുക്കേണ്ടിയിരുന്ന ശിക്ഷയ്ക്ക് പകരമായി യേശുനാഥന്റെ പാദങ്ങളിൽ ആണിവെച്ച് അവർ ആഞ്ഞടിച്ചു. ദൈവത്തിന് നിരക്കാത്ത ചിന്തകളും അക്രമവും അനീതിയും കുലപാതകവും കൊടിയ പാതകങ്ങളുമെല്ലാം ആസൂത്രണം ചെയ്യുന്ന നമ്മുടെ തലയിൽ ഏൽക്കേണ്ടതായ ശിക്ഷാവിധിക്ക് പകരമായി യേശുവിൻ്റെ ശിരസിൽ മുൾക്കിരീടം വെച്ച് അവർ ആഞ്ഞടിച്ചു. മറ്റാരും അറിയാതെ ചതിവും വഞ്ചനയും രഹസ്യ പാപങ്ങളും സൂക്ഷിക്കുന്ന നമ്മുടെ ചങ്ക് തുളയ്ക്കേണ്ടതിന് പകരമായി യേശുനാഥന്റെ വിലാപുറം കുത്തി തുളയ്ക്കപ്പെട്ടു. അങ്ങനെ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് അരുമനാഥൻ ക്രൂശിന്മേൽ കയറി. പാപത്തിന്റെ ശമ്പളം നിത്യനരകമെന്ന മരണമാകുന്നു എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് വേണ്ടി ജീവിക്കേണ്ടതിനെ അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ച് ക്രൂശിന്മേൽ കയറി തൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യവും വന്നിരിക്കുന്നു. സകല മാനവജാതിയുടെയും പാപത്തിൻ്റെ പരിഹാരമായി തൻ്റെ അവസാന തുള്ളി രക്തവും ജീവനും യേശുനാഥൻ നമുക്കായി ബലിയർപ്പിച്ചു. യേശുവിൻ്റെ ശരീരം ക്രൂശിൽ നിന്നും ഇറക്കി അരിമത്യക്കാരനായ യോസഫിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു. എന്നാൽ മൂന്നാം ദിവസം ഉയർപ്പിന്റെ പൊൻപുലരിയിൽ തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, ഹേ മരണമേ, നിന്റെ ജയം എവിടെയെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മരണത്തെയും പാതാളത്തെയും പരാജയപ്പെടുത്തി യേശു ഉയർത്തെഴുന്നേറ്റു. ഇതാ ഞാൻ നിങ്ങൾക്കായി മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആത്മഹത്യാചിന്തയും കുടുംബത്തകർച്ചയും മാറാരോഗങ്ങളും യുദ്ധശ്രുതികളും ഏകാന്തതയും വേദനകളുമെല്ലാം നിങ്ങളെ വേട്ടയാടുമ്പോൾ ഈ ലോകത്തിന് തരാൻ കഴിയാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇതാ ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്.